ദഖായിഖ് മഅല്ലാഹ്, അല്ലാഹുവിൻ്റെ കൂടെ ഏതാനും നിമിഷങ്ങൾ. അസ്മാഉല്ലാഹിൽ ഹുസ്ന, അല്ലാഹുവിൻ്റെ ഉത്കൃഷ്ട നാമങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ദഖായിഖും മഅല്ലാഹ്, അല്ലാഹുവിൻ്റെ കൂടെ ഏതാനും നിമിഷങ്ങൾ. സഹോദരങ്ങളെ, ഇന്ന് റഹ്മാൻ, റഹീം എന്നീ നാമങ്ങളുടെ ആശയം വിശദീകരിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. കാരുണ്യം എന്നർത്ഥം വരുന്ന റഹ്മത്ത് എന്നതിൽ നിന്നുത്ഭൂതമായ രണ്ട് പദങ്ങളാണ് റഹ്മാൻ, റഹീം. അർ റഹ്മാൻ പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. അർ റഹ്മാൻ റഹീമിനേക്കാൾ അർത്ഥവ്യാപ്തിയുള്ള പദമാണ്. വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഒരുപോലെ കരുണ കാണിക്കുന്നവൻ റഹ്മാൻ. പരമാവധി സൃഷ്ടികളെ രക്ഷപ്പെടുത്താനുള്ള കാരുണ്യം ഉറ്റി നിൽക്കുന്നവനാണ് റഹ്മാൻ. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഹുമാ ഇസ്മാനി റഖീഖാൻ അഹദുഹുമാ അറഖു മിനൽ ആഖർ ഐ അക്സർ റഹ്മത്തുൻ. റഹ്മാനും റഹീമും കാരുണ്യത്തെ കുറിക്കുന്ന രണ്ട് നാമങ്ങളാണെങ്കിലും അവയിൽ ഒന്നായ റഹ്മാൻ മറ്റേതിനേക്കാൾ അർത്ഥവ്യാപ്തിയും വളരെ കാരുണ്യം മുറ്റി നിൽക്കുന്നതുമായ നാമമാണ്. റഹ്മാൻ എന്ന പദം അല്ലാഹു അല്ലാത്തവർക്ക് നാമമായി പോലും ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, യമാമ എന്ന സ്ഥലത്ത് മുസൈലിമ എന്നൊരു കള്ളപ്രവാചകൻ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അവനെ യമാമയിലെ കാരുണ്യൻ എന്നർത്ഥം വരുന്ന റഹ്മാനുൽ യമാമ എന്ന് സ്വയം വിശേഷിപ്പിച്ചു. പക്ഷേ ജനങ്ങൾ അവനെ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അവനെ കദ്ദാബ്, പെരുങ്കള്ളൻ എന്ന് വിളിച്ച് കൂവുകയാണ് ചെയ്തത്. രണ്ട് നിലക്കുള്ള തെറ്റുകളാണ് അവൻ ചെയ്തത്. ഒന്ന്, അവൻ കള്ളപ്രവാചകത്വം വാദിച്ചു. രണ്ട്, യമാമയിലെ പരമകാരുണികനായി ചമഞ്ഞു. അധികാരിക്കർഹമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു. റഹ്മാൻ എന്ന നാമം ഖുർആനിൽ 57 തവണ വന്നിട്ടുണ്ട്. 6 തവണ റഹീം എന്ന നാമത്തോട് കൂടി ചേർന്നാണ് വന്നിട്ടുള്ളത്. റഹീം എന്ന നാമം 95 പ്രാവശ്യം വന്നിട്ടുണ്ട്. റഹ്മത്തിനെ സംബന്ധിച്ച് ബുഖാരിയിൽ ഒരു ഹദീസ് പറയുന്നു, നിശ്ചയം അള്ളാഹു റഹ്മത്തിനെ 100 സൃഷ്ടിച്ചു. അവൻ്റെ അടുക്കൽ 99 പിടിച്ചു വച്ചു. ഒന്ന് മാത്രം മുഴു ലോകർക്കായി ഇറക്കിക്കൊടുത്തു. ആ ഒരു റഹ്മത്ത് കൊണ്ടാണ് ഭൂമിയിലെ മനുഷ്യരും മറ്റു ജീവജാലങ്ങളും പരസ്പരം കരുണ കാണിക്കുന്നത്. ഒരു തള്ളപ്പശു അതിൻ്റെ കുഞ്ഞിന് ചവിട്ടേൽക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ കാലുകൾ പൊക്കിപ്പിടിക്കുന്നത് കണ്ടില്ലേ? റഹ്മാനായ അള്ളാഹുവാണ് ആ മിണ്ടാജീവിക്ക് കാരുണ്യം നൽകിയിട്ടുള്ളത്. ഇന്നല്ലാഹ ലമ്മാ ഖദൽ ഖൽഖ കതബ ഇൻദഹു ഫൗക അർശിഹി ഇന്ന റഹ്മത്തി സബഖത് ഗളബി. നിശ്ചയം അള്ളാഹു സൃഷ്ടിപ്പിൽ നിന്ന് വിരമിച്ചപ്പോൾ എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു എന്ന് അള്ളാഹു അവൻ്റെ അടുത്തുള്ള സിംഹാസനത്തിൻ്റെ മീതെ എഴുതി വെച്ചിട്ടുണ്ട്. റഹീം എന്നാൽ സൃഷ്ടികളോട് കൂടുതൽ കരുണ കാണിച്ചുകൊണ്ട് കൂടുതൽ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. ദയാ, കാരുണ്യം, വാത്സല്യം, പ്രതാപം എന്നിവ പൂർണ്ണാർത്ഥത്തിൽ ഉള്ളവൻ. തൻ്റെ അജ്ഞാനവർത്തികളായ മുഅ്മിനുകൾക്ക് പ്രത്യേകമായി അനുഗ്രഹം നൽകുന്നവൻ എന്നെല്ലാം റഹീം എന്നതിന് അർത്ഥമാക്കാവുന്നതാണ്. ചുരുക്കത്തിൽ റഹ്മത്ത് എന്ന കാരുണ്യം അള്ളാഹുവിൻ്റെ മാതൃകായോഗ്യമായൊരു സവിശേഷ ഗുണമാണ്. ആ ഗുണം മനുഷ്യൻ കഴിവതും സ്വായത്തമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ളവരും നിങ്ങളോട് കരുണ കാണിക്കും. വല്ലാ യർഹം ലാ യുർഹം. സ്വയം കരുണ കാണിക്കാത്തവന് കരുണ ലഭിക്കില്ല. സഹോദരങ്ങളെ, അള്ളാഹു എത്ര കാരുണ്യവാനാണ്. മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പിടിച്ചു ശിക്ഷിക്കാതെ നന്നാവാനും പ്രാർത്ഥിക്കാനും സാവകാശം നൽകി അവനെ പരമാവധി ശിക്ഷാമുക്തനാക്കാനാണ് അള്ളാഹു ശ്രമിക്കുന്നത്. ബുഖാരി, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നു, ഒരിക്കൽ അള്ളാഹു സ്വർഗത്തോട് പറഞ്ഞു, അന്ത റഹ്മത്തി അർഹമു ബിക മൻ അശാഉ മിൻ ഇബാദി. നീ എൻ്റെ കാരുണ്യമാണ്. നിന്നെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ അടിമകളോട് കരുണ കാണിക്കും. അള്ളാഹുവിൻ്റെ ഈ കാരുണ്യത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ലൻ യുദ്ഖില അഹദൻ മിൻകും അമലുഹുൽ ജന്ന. നിങ്ങൾ ഒരാളുടെയും പ്രവർത്തനം മാത്രം നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല. ഖാലു വലാ അൻത യാ റസൂലല്ലാഹ്.
ജനങ്ങൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കളെയും അങ്ങനെ തന്നെയാണോ? ഖാല വല അന, അദ്ദേഹം പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെ. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിന്നു, അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ. സഹോദരങ്ങളെ, എന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ റഹ്മത്ത് എത്രമാത്രം പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ആ റഹ്മത്ത് സ്വായത്തമാക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിന് വേണ്ടിയുള്ള ചില മാർഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു വിശകലനം ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇതാഅത്തുല്ലാഹി വറസൂലി, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക. സൂറത്ത് ആൽ ഇംറാനിൽ അള്ളാഹു പറയുന്നു, അത്തിയുല്ലാഹ വറസൂല ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക, എന്നാൽ നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കും, നിങ്ങൾ അനുഗ്രഹീതരാകും. രണ്ടാമതായി ഖുർആനിനെ പിൻപറ്റുക എന്നുള്ളതാണ്. സൂറത്തുൽ അൻആമിൽ പറയുന്നു, വഹാദാ കിതാബുൻ അൻസൽനാ മുബാറകുൻ ഫത്തബിഊഹു ലഅല്ലക്കും തുർഹമൂൻ, ഇതാ നാം ഇറക്കിയ അനുഗ്രഹീതമായ ഗ്രന്ഥം, നിങ്ങൾ അത് പിൻപറ്റുക, സൂക്ഷിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കാൻ വേണ്ടി. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കലാമായ അനുഗ്രഹീതമായ വിശുദ്ധ ഖുർആൻ പ്രപഞ്ചമാസകലം പരന്നു കിടക്കുകയാണ്. എപ്പോഴും എങ്ങനെയും പഠിക്കാൻ കഴിയുന്ന ഗ്രന്ഥം അത്രമാത്രം അനുഗ്രഹീതമാണ്. മൂന്നാമതായി പറയുന്നത്, വഇദാ ഖുറിഅൽ ഖുർആൻ ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ, ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങളത് മൗനം ദീക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കാൻ വേണ്ടി, നിങ്ങൾ അനുഗ്രഹീതരാകാൻ വേണ്ടി. നാലാമതായി പറയുന്നത്, ആഖീമുസ്സലാത്ത വആത്തുസ് സക്കാത്ത വഅത്തിയുർ റസൂൽ ലഅല്ലക്കും തുർഹമൂൻ, സൂറത്തുൻ നൂർ 5. നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക, റസൂലിനെ അനുസരിക്കുക. വളരെ ഗൗരവമുള്ളൊരു ഇബാദത്താണ് നമസ്കാരം. അത് ഉപേക്ഷിക്കൽ വളരെ ശിക്ഷാർഹമായ ഒരു കാര്യവുമാണ്. ഇസ്ലാമിൻ്റെയും കുഫറിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരം ഉപേക്ഷിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശയ്യയിൽ പോലും നമസ്കാരത്തെ സംബന്ധിച്ച് അദ്ദേഹം ഊന്നിപ്പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ കേട്ടില്ലേ ഒരു സംഭവം? ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവിയിൽ നിന്നും അസ്ർ നമസ്കരിച്ച് ഒരു വഴിയിലൂടെ വരികയായിരുന്നു. അപ്പോഴതാ ജനങ്ങളെല്ലാം ഒരു വീട്ടിലേക്ക് ഓടിക്കൂടുന്നു. കൂടുതൽ അന്വേഷിച്ചു നിൽക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് തിരിച്ചു. ആ വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ്റെ വലിയ അട്ടഹാസം കേൾക്കുന്നു. ആ ചെറുപ്പക്കാരൻ 2 കൈകൊണ്ടും എന്തിനെയോ തടുക്കാൻ ശ്രമിക്കുന്നു. മറ്റാർക്കും ഒന്നും മനസ്സിലായില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്റായിൽ അലൈഹിസ്സലാമിനെ കാണുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്റായിൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, താങ്കളുടെ ഈ ഭീതിപ്പെടുത്തുന്ന ഭീകരരൂപം ഒന്ന് മാറ്റിയാൽ നന്നായിരുന്നു. ഈ ചെറുപ്പക്കാരൻ ഭയവിഹ്വലനായി അട്ടഹസിച്ചു കരയുകയാണല്ലോ. ഇസ്രായേൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇല്ല, ഞാൻ ഇവനെ വെറുതെ വിടുകയില്ല. നമസ്കാരത്തെ അവൻ പാടെ അവഗണിച്ചു. പല സന്ദർഭങ്ങളും ഇവനെ ഉണർത്താനും നമസ്കാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാനുമുള്ള പല സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടും അവൻ തിരിഞ്ഞു നോക്കിയില്ല. അവൻ എല്ലാം നിസ്സാരമായി തള്ളിക്കളയുകയായിരുന്നു. ഇവനെ ഞാൻ വിടില്ല. അങ്ങനെ ഇസ്രായേൽ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നു. കാരുണ്യത്തിൻ്റെ നിറക്കുടമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് പുറത്തേക്ക് പോകും. സഹോദരങ്ങളെ, അഞ്ചാമതായി ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ, സൂറത്തുൻ നംൽ 46. അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനത്തിനർപ്പിക്കാത്തത് എന്തുകൊണ്ടോ? നിങ്ങൾ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കാൻ വേണ്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധിക സമയങ്ങളിലും ഇസ്തിഗ്ഫാർ അഥവാ പാപമോചനത്തിന് അർത്ഥിക്കാറുണ്ടായിരുന്നു. സഹാബിമാർ പറയുകയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിലിരിക്കുന്നത് ശ്രദ്ധിക്കുകയുണ്ടായി. ആ സദസ്സ് പിരിയുന്നതിന് മുമ്പായി 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്നിങ്ങനെ ഇസ്തിഗ്ഫാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ ചെയ്യുകയുണ്ടായി. ഇസ്തിഗ്ഫാർ എന്നത് പല നേട്ടങ്ങൾ ഉള്ള കാരണവും കൂടിയാണ്. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഒരു വെള്ളക്ഷാമം ഉണ്ടായി. മുസ്ലിങ്ങളെല്ലാം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്ന് വെള്ളിയാഴ്ച ഖുതുബയിൽ മഴ തേടാനുള്ള പ്രാർത്ഥന നടത്തിയെങ്കിൽ വളരെ നന്നായിരുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി കുറേ ഇസ്തിഗ്ഫാർ നടത്തി. ജുമുഅ കഴിഞ്ഞ ശേഷം
എന്തേ ഇന്ന് പ്രത്യേക പ്രാർത്ഥന നടത്താതിരുന്നത്? ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചു. ഞാൻ എൻ്റെ ഖുത്ബയിൽ ഇസ്തിഗ്ഫാർ നടത്തിയില്ലേ? അത് തന്നെയാണ് വലിയ പ്രാർത്ഥന. അല്പം കഴിഞ്ഞ് ശക്തമായ മഴ വർഷിച്ചു. സഹോദരങ്ങളെ, നാമും ഇസ്തിഗ്ഫാർ ധാരാളക്കണക്കിൽ നടത്തുക, എന്നാൽ റഹ്മത്ത് ലഭിക്കും. ആറാമതായി, ഇന്നല്ലാഹ ഖരീബും മിനൽ മുഹ്സിനീൻ, തീർച്ചയായും അല്ലാഹു സുഹൃതവാന്മാരോട് വളരെ അടുത്തവനാണ് എന്നുള്ളതാണ്. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക, ജനോപകാരപ്രദമായുള്ളതായ കാര്യങ്ങൾ ധാരാളമായി ചെയ്യുക, റഹ്മത്ത് ലഭിക്കാനുള്ള മാർഗമാണത്. പക്ഷേ ജനങ്ങൾ ആ രംഗത്ത് അശ്രദ്ധ കാണിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ, നകൃതം സുഹൃതം കിഞ്ചിതും ബഹുദാ ദുഷ്കൃതം കൃതം, ഒട്ടും ചെയ്തില്ല സുഹൃതം, ഒട്ടേറെ ചെയ്തത് ദുഷ്കൃതം. മനുഷ്യൻ സുഹൃതം ചെയ്യുന്നത് കുറവും ദുഷ്കൃതം ചെയ്യുന്നത് അധികവുമാണ് എന്ന സത്യമാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം കൂടുതൽ ഇസ്തിഗ്ഫാർ നിത്യമാക്കുക, സുഹൃതങ്ങളിൽ വ്യാപൃതരാവുക, മനുഷ്യർ തമ്മിൽ രക്കിപ്പുണ്ടാക്കുക. ഇതെല്ലാം റഹ്മത്ത് ലഭിക്കാനുള്ള മഹത്തായ മാർഗങ്ങളാണ്. അങ്ങനെ സ്വർഗം പുലരാൻ നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.